Oh man, the chassis man. ഒരു MT-യും ഒരു NS-ന്റെ അടുത്ത് വരില്ല മാൻ. പറയണമല്ലോ ഇതിന്റെ ഷാസി ഉണ്ടല്ലോ, ജസ്റ്റ് സിംപ്ലി ലവ്ലി. അവിടെ മാക്സ് പറയുന്ന പോലെ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ KTM വൈറ്റ് ലൈനിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പുതിയ ഡ്യൂക്ക് 200 വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന 2026 ഡ്യൂക്ക് 200. ചിലവർ ഇതിനെ ഡ്യൂക്ക് 200 Pro എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് അത് ഞാൻ വെബ്സൈറ്റിൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ കുറച്ചധികം മാറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഡ്യൂക്ക് 200 പറ്റി എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡൽ തന്നെയാണ്. 2011 തൊട്ട് 200cc ഭരിക്കുന്ന ഒരു അഗ്രസീവ് സ്ട്രീറ്റ് ഫൈറ്റർ ആണ് നമ്മുടെ ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ എനിക്ക് തോന്നുന്നു 4ാമത്തെയോ എങ്ങാണ്ടും ഇറ്ററേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 12 മോഡൽ. പിന്നീട് അവർ മറ്റേ ഡ്യൂക്ക് 250യുടെ ഹാലജൻ വെച്ചിട്ട് ഈ സ്പ്ലിഷാഷിൽ ഇറക്കി. ഇതിന് ഉന്നത മോഡൽ മറ്റേ മാഗ് വീൽസ് ഉള്ള. പിന്നെ ഇതാ പുതിയ ഇറ്ററേഷൻ ഒരു 5 സ്പോക്ക് ലൈറ്റ് വെയിറ്റ് വീൽസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. TFT എന്ത് രസമാണോ. സോ ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ഡ്യൂക്ക് 200 ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മെയിൻലി ഇൻ ടേംസ് ഓഫ് എഞ്ചിൻ റിഫൈൻമെൻ്റ് ആണ് പറയണം. എഞ്ചിൻ ആ പഴയ 2011 വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ലൈക്ക് ആ ഒരു 2011 മോഡലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് ഐഡലിങ്ങിൽ തന്നെ. ഇതിനിപ്പോൾ അങ്ങനത്തെ ഒച്ചപ്പാടൊന്നുമില്ല. ഭയങ്കരമായിട്ട് ടോൺ ഡൗൺ ചെയ്ത് ഇറക്കിയ പോലെ തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 200cc അല്ലേ, ഈവൻ 200cc 250cc എടുക്കുകയാണെങ്കിൽ പോലും ഡ്യൂക്ക് 215 അഗ്രസീവാണ് ഈ ഒരു വണ്ടി. ഭയങ്കര അഗ്രസീവാണ് ഇവള്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഗിയറിങ്ങും ഇതിൻ്റെ ഒരു പവർ ഡെലിവറിയാണ്. ഈവൻ ദോ പവർ ഇരിക്കുന്നത് അറ്റ് അറൌണ്ട് 10,000 RPM ആണെങ്കിലും ഞാൻ കാണിച്ചാൽ ഇത് 3rd ഗിയറിൽ വണ്ടി 30 to 4,000 RPM ആണ്. ഓക്കെ, സീ ദാറ്റ്. ആ പുള്ളി നിങ്ങൾ കണ്ടോ, എന്താ പറഞ്ഞ സ്റ്റിൽ 200cc ഈവൻ 250 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഇവിടെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു 43mm USD ഫോർക്ക് ഡിച്ച് ചെയ്തിട്ട് 37mm WPയുടെ എപെക്സ് ഫോർക്കായിട്ട് മാറിയിട്ടുണ്ട്. അവർ ആ ഡയ കുറച്ചിട്ട് ഇപ്പോൾ 37 ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്യൂക്ക് 160 അതിൻ്റെ സെയിം ഫോർക്കായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 200. ഇതുകൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. കാരണം ഡ്യൂക്ക് 200 എന്ന് പറയുന്ന ഒരു സിറ്റി അല്ലെങ്കിൽ മെയിൻലി ഫോർ ആൻ അഗ്രസീവ് റൈഡിങ് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇതൊരു ടൂറിംഗ് മെഷീൻ അല്ല. അല്ലെങ്കിൽ ഇതെടുക്കുന്ന എത്ര പേര്, ലൈക്ക് ഒരു 99% ആൾക്കാർ പോലും ട്രാക്കിലൊന്നും ഓടിക്കാറില്ല. സോ നിങ്ങൾ ട്രാക്ക് റൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഹൈവേസിൽ 120+ അല്ലെങ്കിൽ 120 കിലോമീറ്ററിലൊക്കെ നിങ്ങൾ ക്രൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 43mm നന്നായിട്ട് മിസ് ചെയ്യും. അതർവൈസ് ഇല്ല, എന്നോട് ചോദിക്കുകയാണെങ്കിൽ മിസ് ചെയ്യില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് വരുമ്പോഴുള്ള കാര്യമാണ്. ലൈക്ക് പ്രീവിയസിൽ ഉണ്ടായിരുന്ന ആ ഒരു മാഗ് വീൽസ് ഇവർ എടുത്ത് കളഞ്ഞു. അപ്പോൾ മാഗ് വീൽസിൻ്റെ എൻഡായി. ഇപ്പോൾ 2011 തൊട്ട് 2025 വരെ നമുക്ക് മാഗ് വീൽസ് ഡ്യൂക്ക് 200 ആയിരുന്നു കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ മാഗ് വീൽസ് പോയി KTM ന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ ഒരു 37mm USD ഫോർക്ക് എന്നെ ബോധർ ചെയ്യുന്നില്ല എന്ന്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ്. ഇതിനിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഡ്യൂക്ക് 250 390 കണ്ടുവന്ന എക്സാക്ട് സെയിം ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ്. സോ അൺസ്പ്രങ് മാസ് കുറവാണ്. സോ ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിരിക്കും കമ്പയർ ടു നോർമൽ ആ ഒരു മാഗ് വീൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇവർ ഹോളോ ആക്സിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ പ്രീവിയസ്ലി ഒരു 300mm ഡിസ്ക് ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ വളരെ മാസീവ് ആയിട്ടുള്ള 320mm വലിയൊരു ഡിസ്ക് ആയിട്ടുണ്ട്. ഇതും സെയിം നമ്മുടെ 250 390 160 കണ്ടുവന്ന പോലത്തെ എക്സാക്ട് സെയിം ഡിസ്ക് ആണ്. പെയ്ഡ് വിത്ത് നമ്മുടെ റേഡിയൽ മൗണ്ട് കാലിപ്പർ ആണ്. ഈ ക്ലാസ്സിൽ ഐ തിങ്ക് റേഡിയൽ മൗണ്ട് കാലിപ്പർ കൊണ്ടുവരുന്ന ആകെയുള്ളൊരു വണ്ടി ഇത് മാത്രമാണ്. വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ്. വിത്ത് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എയർ ABS കംപ്ലീറ്റ് ഓഫ് ചെയ്യാം. KTM ഇതിനെ സൂപ്പർ മോട്ടോ മോഡ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇത്തിരി മാറ്റം ഈ ഒരു ഫ്രെയിമിലാണ്. ഒരു ഫ്രെയിം അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്യൂക്ക് 160 കൊണ്ടുവന്ന ആ ഒരു ഫ്രെയിമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഞാൻ ഡ്യൂക്ക് 160 ഇതും സൈഡ് ബൈ സൈഡ് ഇട്ട് നോക്കി നമ്മുടെ ഷോറൂമിൽ വെച്ചിട്ട്. അപ്പോൾ ഡ്യൂക്ക് 160യുടെ സെയിം ഫ്രെയിമാണ്. ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ അതിൻ്റെ സെയിം ആയിട്ട് തന്നെ തോന്നും. പിന്നെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ലൈറ്റ് വെയിറ്റ് വീൽസ് തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്യുന്നത്. പിന്നത്തെ ഒരു മാറ്റം ഈ ഒരു ഫുഡ് റെസ്റ്റിലാണ്. കണ്ടോ, ഇതിങ്ങനെ ആയിരുന്നില്ല പ്രീവിയസ്ലി ഒരു 2 കമ്പി വെച്ചിട്ട് വലിയ സാധനം വരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ഫുഡ് പെക്സ് ആക്കിയിട്ടുണ്ട്, പാസഞ്ചർ ഫുഡ് പെക്സ്. ഇതും അഗൈൻ ഡ്യൂക്ക് 160 എന്നാണ്. ഈ ഒരു സ്മോളർ ആയിട്ടുള്ള ഗ്രാബറിൽ ഓവറോൾ എല്ലാം കൊണ്ടും വണ്ടി ഏകദേശം 5 കിലോളം വെയിറ്റ് കുറച്ചിട്ടുണ്ട്. 159
150 പ്രീവിയസ്ലി, ഇപ്പോൾ 155 154 ആക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ് അഡ്വാൻറ്റേജ് വന്നു, പവർ ടു വെയിറ്റ് റേഷ്യോ കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു 37 4K എന്നെ ബോധർ ചെയ്യുന്നില്ല. ഫ്രണ്ട് ടയർ റിമെയിൻസ് സെയിം 110. പിന്നിലേക്ക് വരുവാണെങ്കിൽ അവർ ടയർ സൈസ് കുറച്ചിട്ടുണ്ട്, 150 ഇപ്പോൾ 140 സെക്ഷനായിട്ട് കുറച്ചിട്ടുണ്ട്. MRFിന്റെ SR02 എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ്, റെഫ്സിന്റെ റേഡിയലാണ്, റേഡിയൽ ടയർ വരുന്നുണ്ട്. ടയർ സൈസ് കുറച്ചു, അതൊരു ഡിസപ്പോയിൻമെന്റ് ആണ്. ബട്ട് അത് നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടോ മേടിച്ച് വേറെ ടയർ ഇടാന്നേ ഉള്ളൂ. ഡിസപ്പോയിന്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞു വെയിറ്റ് ഒരുപാട് കുറഞ്ഞു, പവർ ടു വെയിറ്റ് റേഷ്യോ കൂടിയിട്ടുണ്ട്. വണ്ടി അവിടെ നിന്ന് ഇവിടെ ഓടിച്ചപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് പവർ കാണിച്ചു തന്നു. വണ്ടി സ്റ്റിൽ അഗ്രസീവ് ആണ്, അതിനൊന്നും മാറ്റമില്ല. ഇറ്റ്സ് പവർഡ് ബൈ ദ സെയിം ഒരു പോപ്പുലർ ആയിട്ടുള്ള വളരെ റിലയബിൾ ആയിട്ടുള്ള 199cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് DOC എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 25 HP അറ്റ് അറൌണ്ട് 10,000 RPM ആണെങ്കിലും നമുക്കൊരു മിഡ് റേഞ്ച് അറൌണ്ട് 4,000 RPM കഴിയുമ്പോഴത്തേക്കും അവർ പവർ കിട്ടി തുടങ്ങും. ആൻഡ് അറൌണ്ട് 90 Nm ഓഫ് ടോർക്ക്. ഒരുപാട് ലോ ടോർക്ക് ഒന്നുമില്ല, ബട്ട് മിഡ് റേഞ്ച് അടിപൊളിയാണ്. പിന്നെ വണ്ടിക്ക് അഡ്ജസ്റ്റബിളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ ആ ഒരു കൺസോളാണ്, TFT വരുന്നുണ്ട്, ഒരു 5 ഇഞ്ച് TFT വരുന്നുണ്ട്. ഒരു മാറ്റം കൂടി ഉണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ആണ്. സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ്ലി 822 ആയിരുന്നു, അതിൽ നിന്ന് 815 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 160 ഷാസിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, 160യുടെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനിപ്പോൾ ഓൺ റോഡ് കൊച്ചിയിൽ വരുന്നത് 2,41,000 രൂപയാണ്. പ്രീവിയസ്ലി 2,35 എന്തായാലും ആയിരുന്നു, അതിൽ നിന്ന് കൂടിയിട്ട് ഇപ്പോൾ 2,41 ആയി. 6,000 രൂപയുടെ ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട്. 30,000 ഒക്കെ അടിച്ചിട്ട് ഒരു വണ്ടി ഇറക്കാവുന്നതാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഒരു വാക്കറൗണ്ട് പറഞ്ഞുതരാൻ, പടയെന്ന് പറയാം, വലിപ്പിച്ച് ബോധിപ്പിക്കുന്നില്ല. ഫ്രണ്ടിൽ ആ ഒരു 6 പാക്ക് ആയിട്ടുള്ള ഹെൽഡായിട്ട് കാണാം, വെരി നൈസ്, വെരി പ്രിറ്റി, ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഫോർക്ക് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. പിന്നെ വണ്ടിക്ക് 30 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് വരുന്നുണ്ട്, മെറ്റൽ ടാങ്ക് ആണ്. 35 to 37 അതിൻ്റെ ഇടയ്ക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. പിന്നെ സ്പ്ലിഷാസിയാണ്, പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് വരുന്നുണ്ട് വിത്ത് നൈട്രോസ് കാനിസ്റ്റർ. നമ്മുടെ ബജാജിലൊക്കെ കൊണ്ടുവന്ന പോലത്തെ ഒരു കാനിസ്റ്റർ, എക്സ്ട്രാ കാനിസ്റ്റർ ഉണ്ട്. സോ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ വണ്ടി ഒന്ന് താഴുന്നുണ്ട് കുറച്ച്. എനിക്കൊന്ന് സോഫ്റ്റ്വെയർ സെറ്റിംഗ്സിനാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലുമിനിയം സിംഗം കാണാം, അണ്ടർവെല്ലി എക്സോസ് കാണാം. പിന്നെ പുതിയ ഫുഡ് പെക്സ്, ബാക്കിൽ 230 mm ഡിസ്ക് വരുന്നുണ്ട്. ബ്രേക്കിംഗ് ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യുന്നത് ബൈബ്ര തന്നെയാണ്. പിന്നെ പിന്നത്തെ ടൈലൈറ്റൊന്നും വ്യത്യാസമില്ല, സെയിം ആണ്, സെയിം LED ഇൻഡിക്കേറ്റേഴ്സ്, വൃത്തിയായിട്ട സാരി കാർഡ്. മേറ്റ് 2 6 speed ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ് വരുന്നുണ്ട്. സോ റിയർ വീല് അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ആവില്ല, ഹോപ്പ് ആവില്ല. പ്ലസ് നമുക്ക് ക്ലച്ച് ഫുള്ള് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുണ്ട്. TFT കൺസോളാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് റൈഡിംഗ് മോഡൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. നമുക്ക് ബേസിക്കലി ABS മോഡ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റോഡ് ഉണ്ട്, സൂപ്പർ മോട്ടോ ഉണ്ട്. അതായത് സിംഗിൾ ചാനൽ ABS ഇടാം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ സൂപ്പർ മോഡിലേക്കാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഷിഫ്റ്റ് ലൈറ്റ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിക്ക്. നാവിഗേഷൻ, കോളർ, ഓഡിയോ, റിമോട്ട് കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്, അവർ 822 815 ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു എൻ്റെ പാൻറ് കുറച്ച് ടൈറ്റ്. റൈഡിങ് എറണോയ്സ് നോക്കി ഒരുപാട് അപ്രൈറ്റ് അല്ല, കുറച്ച് ബോഡിക്ക് ഒരു ലീൻ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ഫുഡ് പെക്സ് സ്ലൈറ്റ്ലി റിയർ സെറ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുണ്ടോ, കുറച്ചൊന്ന് റിയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പാക്സ് ആണ്. ഇതാണ് മൊത്തത്തിൽ കയറിയിരിക്കുന്ന അവസ്ഥ. പിന്നെ എനിക്ക് ഒരുപാട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, കമ്പയർ ടു പുതിയ ഡ്യൂക്ക് 250ലും 390ലും ആൾക്കാർ പറയുന്ന കംപ്ലൈൻ്റ് ആണ്, ലെവറേജ് ഇല്ല റൈഡറിന്. കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ആ ബാക്ക് പീസൊന്നും തട്ടുന്നുണ്ട്. ഇതിന് അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. ഞാൻ വണ്ടിയുടെ എക്സോസിലൂടെ ഒന്ന് കേൾപ്പിച്ചു തരാവേ. അപ്പോൾ ഗായ്സ് നമുക്ക് ചെറിയൊരു ഷോർട്ട് റൈഡ് എടുക്കാം. കീ വരുന്നത് നമ്മുടെ ടാങ്കിലാണ് കേട്ടോ. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. സ്വിച്ച് ഗിയർ പറയണം, അടിപൊളി സ്വിച്ച് ഗിയറാണ് ഈ പാട്ട് ഇപ്പോഴും പഴയതാണ്. നമുക്ക് ബാക്ക് ലൈറ്റൊക്കെ വരുന്നുണ്ട്, നോക്കി മനസ്സിലാവും. ഹീ വി ഗോ. വണ്ടിയുടെ ഹാൻഡിൽ കണ്ടോ, വളരെ ഷോർട്ടാണ്, ഭയങ്കര വലിയ ഹാൻഡിലൊന്നുമല്ല. കൺസോൾ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് രസമാണ് കാണാനായിട്ട്. മാൻ, ക്ലച്ച് ഇസ് റിയലി ലൈറ്റ്, പറയണം. അത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. ക്ലച്ച് പറയണം, ക്ലച്ച് രക്ഷയില്ല അവനെ. ഓ മാൻ, ഈ ഷോർട്ട് ഷിഫ്റ്റ് ഉള്ള വണ്ടികളുടെ ഏറ്റവും വലിയ രസം അതാണ്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഇടവഴിയിലൊക്കെ ഇങ്ങനെ കളിക്കാം. ബട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴാണ് ഈ ഒരു കളി അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഫണ്ണായിട്ട് തോന്നില്ല. നല്ല പവറുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വണ്ടി 4th ഗിയറിലായി. നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ മിനിമം 3rd അല്ലെങ്കിൽ 4th, അതാണ് ഡ്യൂക്ക് 200 ഒരു ഇത്. ആ ഗിയറിലെങ്കിലും മിനിമം ഇടണം. വണ്ടിയുടെ ഫ്രണ്ട് മാൻ, ഓ നൈസ്.
Oh man, that is brilliant. You gotta love this motorcycle, man. ശരിക്കും ഇപ്പോഴും കാലം എത്ര കഴിഞ്ഞാലും എന്താ, ഇപ്പോഴും ഈ വണ്ടി തരുന്നൊരു ത്രില്ലുണ്ടല്ലോ. ഓ ഓ വണ്ടി ഈസിലി ഉണ്ടോ 50-60 ഒക്കെ എത്തണേ, പാടേന്ന് എത്തും. പക്ഷെ 4 ഷിഫ്റ്റ് വേണമെന്നുള്ളൂ. വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് പറയണം ഫീൽസ് അലോട്ട് നിമ്പിൾ കമ്പയർഡ് ടു പ്രീവിയസ്. ഒരുപാട് നിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. ഇത് നോക്കി. ഓ സോ ഫ്ലിക്കബിൾ. അത് ഈ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വീൽസും ഈ ഒരു കുറച്ചും കൂടി തിന്നറായിട്ടുള്ള ഫോർക്കും കൊണ്ടാണ് ഇത്രയും ഒരു നിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഇമ്പ്രസ്ഡ് ആവും. കാരണം നിങ്ങൾ ഒരു 43 ഡിച്ച് ചെയ്തല്ലോ എന്നൊക്കെ ആലോചിച്ച് വന്നിട്ട് ഈ വണ്ടി ടെസ്റ്റ് ഓടിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഫ്രണ്ട് നിമ്പിളാണ്. സോ അതൊരു ഡൗൺ ഗ്രേഡ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇൻ ടേംസ് ഓഫ് കമ്പോണൻറ്റ് അത് ഡൗൺ ഗ്രേഡ് ആണ്, ബട്ട് ഇൻ ടേംസ് ഓഫ് ആ റൈഡ് ക്വാളിറ്റിയിൽ അതൊരു ഡൗൺ ഗ്രേഡ് എനിക്ക് തോന്നുന്നില്ല. ഓ റോസി, ഈസ് ഓൺ ഇറ്റ്. ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചൊന്ന് ന്യൂട്രൽ സൈഡാണ്. ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല. പിന്നെ റിയർ പറയണം, റിയർ നല്ല സ്പഞ്ചിയാണ്. ഒരുപാട് സോഫ്റ്റ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഓൺ സോഫ്റ്റർ സൈഡാണ്. ബ്രേക്കിംഗ് പറയണം, ബ്രേക്കിംഗ് കൊള്ളാം, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. യെസ്, അതാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കളിച്ചിട്ടില്ല ബാക്കിൽ. അത് ഈ ബ്രേക്കിംഗ് കാരണമാണ്. അതാണ് നമുക്ക് അത്ര കോൺഫിഡൻസ് വരുന്നത്. എത്ര വലിച്ചെടുത്താലും ബ്രേക്കിംഗ് പിടിച്ച് നിർത്തിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ്. വണ്ടിക്ക് ഇത് കൂടാണ്ട് വേറെ 2 കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. ആ കളേഴ്സൊക്കെ ആയിരുന്നു ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. നമുക്കിനി കുറച്ച് നേരം ഒന്ന് ക്രൂസ് ചെയ്യാം. ഈ തിരക്കുള്ള ട്രാഫിക്കിൽ ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. വണ്ടി 1st 3rd ഭയങ്കര അഗ്രസീവാണ്. 4th 5th 6th എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ ക്രൂസിങ് ആണ്. പിന്നെ മിറേഴ്സൊക്കെ പറയുകയാണെങ്കിൽ മിറേഴ്സൊക്കെ അറിയാമല്ലോ, ടിപ്പിക്കൽ KTM മിറേഴ്സാണ്. നമ്മൾ 2011 തൊട്ട് കണ്ടുവരുന്ന ആ മിറേഴ്സാണ്. മൊത്തത്തിൽ സിറ്റിയിലേക്ക് ഓടിക്കാൻ കൊള്ളാട്ടോ. ഇപ്പോൾ അതേ 5th-ലായിരിക്കുന്നത്. 5th-ലൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 5th ഗിയറൊക്കെ ജസ്റ്റ് 5th 6th ഒക്കെ വെറും ഓവർ ഡ്രൈവിന് പറയാനുള്ളൂ. ചൂടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഈ പുറത്തെ ചൂടേ ഉള്ളൂ. വണ്ടിയിൽ അധികം ചൂട് വരുന്നില്ല ഇതുവരെ. ഓഹോ ദ സൗണ്ട് മാൻ. Oh man, the braking is brilliant, man. Oh man, the chassis, man. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ KTM വൈറ്റിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ നമ്പേഴ്സ് കൊടുത്തേക്കാം. എൻ്റെ മോനെ ആ പുള്ളു കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫിനാൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.